അങ്ങനെ കൃത്യമായ ഒരു മറുപടി പൊതുസമൂഹം അടക്കമുള്ളവർ ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കാൻ ചെയ്യുന്നുണ്ട്. ശ്രീ ജയശങ്കർ, ഇതിപ്പോൾ വീണ്ടും മാസപ്പടി വിവാദം ചർച്ചയാകുകയാണ്. എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന നിർദ്ദേശം. എന്ത് പ്രതീക്ഷിക്കണം? ഈ തെരഞ്ഞെടുപ്പൊക്കെ അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു അന്വേഷണം വരുമ്പോൾ എന്ത് പ്രതീക്ഷിക്കണം? ഏത് രീതിയിലുള്ള പ്രതിരോധം CPMന്റെ ഭാഗത്തുണ്ടാകും? അല്ല, CPMകാർ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് വിരുദ്ധ പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടും എന്നാണ് നമ്മൾ വിചാരിക്കാൻ. ഈ കരുവന്നൂർ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ നടന്ന കൊള്ള എല്ലാവർക്കും അറിയാമല്ലോ. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണക്ക് പ്രകാരം 103 കോടി രൂപ അവിടുന്ന് അപഹരിക്കപ്പെട്ടിട്ടുണ്ട്. പത്രമാധ്യമങ്ങളുടെ കണക്ക് പ്രകാരം അത് 300 കോടിയാണ്. ഏതായാലും 100 കോടിയിൽ കുറയാത്ത നഷ്ടം അല്ലെങ്കിൽ 100 കോടിയിൽ കുറയാത്ത കൊള്ള അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കമില്ല. അതേക്കുറിച്ച് എൻഫോഴ്സ്മെന്റുകാരുടെ അന്വേഷണം വന്നപ്പോൾ കേന്ദ്രത്തിനെതിരെ വലിയ പ്രക്ഷോഭം നടത്തിയ ധീരവീര ശൂര പരാക്രമികളാണ് തൃശ്ശൂരെ CPMകാർ. അവർ വലിയ പ്രകടനവും പൊതുസമ്മേളനമൊക്കെ വിളിച്ചുകൂട്ടി. കേന്ദ്രത്തിന്റെ ഫാസിസത്തെയും സാമ്രാജ്യത്വ നിലപാടിനെയൊക്കെ അപലപിച്ചു. ഫെഡറൽ സംവിധാനം തകരുന്നേ എന്ന് പറഞ്ഞ് വിലപിച്ചു. അപ്പൊ ഇപ്പോ അതിനേക്കാളൊക്കെ കൂടിയ നേതാവിന്റെ നേരെയാണല്ലോ വിരൽ ചൂണ്ടി വരുന്നത്. സ്വാഭാവികമായിട്ടും വലിയ പ്രക്ഷോഭം നമുക്ക് പ്രതീക്ഷിക്കാം. മിക്കവാറും രാജ്ഭവനല്ല, രാഷ്ട്രപതി ഭവൻ തന്നെ ഉപരോധിക്കാനും പഴയ രാസ്താ രഘോയുടെ മാതൃകയിൽ ആകാശ രഘോ പോലെയുള്ള സമര പരിപാടികളൊക്കെ പ്രതീക്ഷിക്കാം. ഒരു മുഴുനീള ഹർത്താലിനുള്ള സാധ്യത പോലും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇതിലിപ്പോൾ ഈ ആദായ നികുതി വകുപ്പ് സെറ്റിൽമെന്റ് ബോർഡിന്റെ കണക്കുകളിലാണല്ലോ ഇങ്ങനെ പറഞ്ഞത്. CMRൽ എക്സാലോജിക്കിന് 1.75 കോടി രൂപ നൽകിയിട്ടുണ്ട്. അതിന് കൃത്യമായ സേവനം CMRന് ലഭിച്ചിട്ടില്ല. എക്സാലോജിക്കിൽ ചർച്ചയാകുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി ആയതുകൊണ്ട് ആണല്ലോ. അതാണല്ലോ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിക്കുന്നത്. ഇതിൽ ഈ വിഷയത്തിൽ IGSTയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പ്രതിപക്ഷ MLAമാർ മാത്യു കുഴൽനാടൻ അടക്കമുള്ളവർ ഉയർത്തിക്കൊണ്ടുവരുമ്പോഴും കൃത്യമായ ഒരു മറുപടി ഈ ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നില്ല. ഒരു മാസത്തിന് ശേഷമാണ് അത്തരത്തിൽ ഈ GST അടച്ചതുമായി ബന്ധപ്പെട്ട് അടച്ചിട്ടുണ്ട് എന്ന് ധനവകുപ്പ് പറയുന്നത്. അപ്പോഴും എത്ര അടച്ചു, എങ്ങനെ അടച്ചു എന്ന കാര്യത്തിൽ ധനവകുപ്പ് അപ്പോഴും ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. CPMന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൃത്യമായ ഒരു പ്രതികരണം ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. സഭയ്ക്കുള്ളിലായാലും പുറത്തായാലും മുഖ്യമന്ത്രി അതിന് മറുപടി പറഞ്ഞിട്ടില്ല. AK ബാലനെ പോലെയുള്ള ആളുകൾ പുറത്തെത്തി ഇതിനൊരു ന്യായീകരണം നടത്തുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ CPM എങ്ങനെ ഇതിൽ ഒരു CPMന്റെ ഭാഗത്ത് ഒരു പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? മുഖ്യമന്ത്രിയോ മകളുടെ ഭർത്താവോ ഈ വിഷയത്തെക്കുറിച്ച് യാതൊന്നും തന്നെ പ്രതികരിച്ചിട്ടില്ല. ഇനി പ്രതികരിക്കുകയുമില്ല. അവർക്ക് പ്രതികരിക്കാനും പറ്റുകയില്ല. കാരണം പ്രതികരിച്ചാൽ കുഴപ്പത്തിലാവും. നേരെ മറിച്ച് AK ബാലനെ പോലെ വരമ്പത്ത് നിന്ന് കളി കാണുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ EP ജയരാജനെ പോലെയുള്ള പരാക്രമികൾക്ക് പ്രതികരിക്കാം. കാരണം അവരുടെ കയ്യിൽ യാതൊരു ഡാറ്റയും ഇല്ല, ഡീറ്റെയിൽസും ഇല്ല. ധൈര്യസമേതം അവരുടെ സരസ്വതി വിലാസം അനുസരിച്ച് പ്രതികരിച്ചു, ഇനിയും പ്രതികരിക്കും. അതൊക്കെ തന്നെ ഇനിയും സംഭവിക്കുള്ളൂ. പിന്നെ DYFIക്കാർക്ക് ജാഥ നടത്താനും പാർട്ടിക്കാർക്ക് ഹർത്താൽ നടത്താനും ഒക്കെ ഉള്ളൊരു അവസരമായി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇനിയും മറുപടി പറയാതെ ഇരിക്കാൻ കഴിയുമോ CPMന്? പ്രത്യേകിച്ചും ഇനിയിപ്പോ ഒരു ഇലക്ഷനൊക്കെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ രാഷ്ട്രീയ ആരോപണം എന്ന രീതിയിലെങ്കിലും പ്രതികരിക്കേണ്ടി വരത്തില്ലേ? അല്ല, അത് കേന്ദ്രത്തിന്റെ കേരളത്തോടുള്ള അവഗണനയുടെ കണക്കിൽ ഇത് കൂടി എഴുതിച്ചേർക്കും. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ധനസഹായം കിട്ടുന്നില്ല. നമുക്കിവിടെ CMRൽ നിന്ന് കിട്ടിയ ചെറിയ ധനസഹായം പോലും കേന്ദ്രം ഇടപെട്ട് മുടക്കുകയാണ് എന്ന് പറഞ്ഞ് ദേശാഭിമാനി നാളെ മുഖപ്രസംഗം എഴുതും. പാർട്ടിയുടെ ഈ ചെറുകിട നേതാക്കൾ അത് കവലകൾ തോറും പ്രസംഗിച്ചുകൊണ്ടാണ്. ഈ ഹൈക്കോടതിയിലുള്ള ഹർജി അവിടെ നിൽക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണമൊക്കെ ആ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര അന്വേഷണം കൂടെ വരുമ്പോൾ കേന്ദ്ര അന്വേഷണത്തിൽ നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? അല്ല, കേന്ദ്ര അന്വേഷണം തുടങ്ങിയിട്ടില്ലുള്ളൂ. അതിന്റെ റിസൾട്ട് ഉണ്ടായി വരാൻ ഇനിയും താമസിക്കും. ഞാൻ പറയാം, ഒരു അന്വേഷണം നടത്താതെ തന്നെ കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം എന്തിനു വേണ്ടിയാണ് ഈ പണം കൊടുത്തത്, ആരാണ് ഇതിന് ഗുണഭോക്താവ് എന്ന കാര്യം. ഈ രാഷ്ട്രീയത്തിൽ തെളിവ് നിയമമോ അല്ലെങ്കിൽ ഈ അഴിമതി നിരോധന നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകളൊന്നും നോക്കിയിട്ടല്ല ആളുകൾ വോട്ട് ചെയ്യുന്നത്. ജനങ്ങൾ സാമാന്യ ബുദ്ധിയുള്ളവരാണ്, കേരളത്തിൽ പ്രത്യേകിച്ചും. വളരെയധികം നന്ദി ശ്രീ ജയശങ്കർ ഈ ഒരു ഘട്ടത്തിൽ പ്രതികരിച്ചതിന്.